ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Nisthagallery. അപ്പം ഞാനിന്ന് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടയുടെ നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ മുട്ടയുടെയും തൊലി കളഞ്ഞെടുക്കട്ടെ. ഞാൻ തൊലി കളയുന്നത് കണ്ടിട്ട് എൻ്റെ മോളും വന്നിട്ടുണ്ട്, അവൾ കളഞ്ഞേരാ പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ എല്ലാ മുട്ടയും രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മഞ്ഞക്കരു ഒന്ന് വേർതിരിച്ചെടുക്കാം. അങ്ങനെ ഓരോ മുട്ടയുടെയും മഞ്ഞക്കരു മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ട ബജി ആക്കും പലതരത്തിലാക്കാം. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ മുട്ട ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മഞ്ഞക്കറി വെച്ചിട്ട് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സവാള ചോപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒരുമിച്ചാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് അതൊന്ന് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല പൊടിയായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില മിക്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാല ഉണ്ടാക്കാതെ ആ മഞ്ഞക്കറിയും നമ്മൾ സാധാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കില്ല, അതൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേറെ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മസാല ആയി കിട്ടും, കാരണം നമ്മൾ ഉള്ളി നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മുട്ടൻ്റെ മഞ്ഞക്കരു ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നല്ലപോലെ ഈ മസാലയുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് അരക്കപ്പ് കടലമാവും അരക്കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പുതിനയിലയും ചേർത്തെടുത്തിട്ട്, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് നല്ല കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത മസാല ചൂടാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് മുട്ടയുടെ വെള്ളയിലേക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം.
അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലപോലെ ചൂടായി വരട്ടെ. അങ്ങനെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഓരോ മുട്ട എടുത്ത് പതിയെ ഇതുപോലെ ബാറ്റർ അതിൻ്റെ മുകളിലേക്കാക്കി കൊടുത്തിട്ട് മെല്ലെ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ബാറ്റർ ജസ്റ്റ് ഒന്ന് കുക്കാവേ വേണ്ടുള്ളൂ. ഉള്ളിൽ മുട്ടയും മസാലയൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ബജി ഒരു ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കുള്ള പാലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മുട്ട ബജിയും ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ മുട്ട ബജിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചായയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ ഇനി ചായ കുടിക്കട്ടെ. അപ്പോൾ ഞാനൊരു മുട്ട ബജി എടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഞങ്ങൾ വേറെ നിറച്ച് കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതും പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ചതിൻ്റെ ഇതൊക്കെ ടേബിളിലുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് അടുപ്പ് ഒന്ന് തുടച്ചെടുക്കുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് എന്തായാലും ഓയിലൊക്കെ അവിടെ ഇവിടെയാക്കി തെറിച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഇതാ കിച്ചണൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പത്തിനുള്ള അരി കുതിർത്തിയതും ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസ് കുതിർത്തതായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പം നമ്മൾ യാസ്മോളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നാഷണൽ ഡേ നാഷണൽ ഡേ ആവാറായത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നമ്മൾ യാസ്മോളിലേക്ക് എത്തിയിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. മാളിൽ പോയതിന് ശേഷം ഞാനങ്ങനെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണുള്ളത്. ഇതവിടെ ഒരു ഷോപ്പിൽ കണ്ട ഫ്ലവേഴ്സ് ആയിരുന്നു. കാണാൻ ഒറിജിനൽ ഫ്ലവർ പോലെ ഉണ്ടായിരുന്നു. എന്തോ ഭംഗി തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ഹോം സാരീസിൽ കയറിയതായിരുന്നു. എനിക്കങ്ങനെ പർച്ചേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കയറിയപ്പോൾ
വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ക്രിസ്മസും ആവാറായതുകൊണ്ട് പല ഷോപ്പുകളിലും അതിൻ്റെ തീമൊക്കെ ആയിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.